പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം ഇന്ത്യൻ ആക്രമണത്തിൽ കുലുങ്ങിയോ? പാകിസ്ഥാൻ പിന്മാറിയത് ന്യൂക്ലിയർ ചോർച്ച ഭയന്നിട്ടാണോ? കിരാന ഹിൽസിന് സമീപം മിസൈൽ പതിച്ചോ? പ്രമുഖ യുദ്ധചരിത്രകാരൻ ടോം കൂപ്പർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ രാജ്യാന്തര തലത്തിൽ ഇപ്പോഴും ചർച്ചയാണ്. This is why I call it a clear-cut victory. The moment the Indian Air Force started striking nuclear weapon storage facilities in Pakistan, it was absolutely clear that Pakistan is not entirely defenseless, but largely unable to defend itself from Indian strikes. Now, of course, the government in India, in New Delhi, and the top brass of the armed forces are cautious enough not to brag too much about this, even to deny it. But we have seen videos showing strikes on one of the, not actually, it's two different nuclear weapon storage facilities in Pakistan. This is speaking such a clear language. I cannot emphasize this enough. You do not play with enemy nuclear facilities. Nobody is doing that. Nobody is that irresponsible, and especially not rather conservative and cautious Indian generals. They are not going to shoot all over the place and then by some kind of accident one of the or two missiles hit. Well, what an accident. Precisely the entrance to the Pakistani nuclear storage facilities. Nobody is doing that. They're extremely cautious in this regard. അതിനു മുൻപ് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിച്ചതാണ്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ സൈറ്റിൽ നിന്ന് ആണവ വികിരണം ഉണ്ടായെന്നും അത് ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിന് ശേഷമാണെന്നും. ഇന്ത്യ തകർത്ത വ്യോമത്താവളങ്ങളിൽ ഒന്നായ സർഗോധ എയർബേസിൽ നിന്ന് 20 കിലോമീറ്റർ ഉള്ളിലാണ് കിരാന ഹിൽസ്. ഇത് സംശയം ബലപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യ എന്തായാലും ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രത്യാക്രമണം പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു. പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയ ശേഷമാണ് ഇന്ത്യ പാക് വ്യോമത്താവളങ്ങളും റഡാർ സെന്ററുകളും ആക്രമിച്ച് നശിപ്പിച്ചത്. പാകിസ്ഥാന്റെ ആക്രമണം ചെറുക്കാനായിരുന്നു ഇതെല്ലാം. പാകിസ്ഥാന്റെ ആണവ ശേഖരം എവിടെയെന്ന് ഇന്ത്യക്ക് അറിയില്ലെന്ന നിലപാടും വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വ്യോമസേന DG വ്യക്തമാക്കിയതാണ്. Thank you for telling us that Kirana Hill houses some nuclear installation. We did not know about it. Okay. And we've not hit Kirana Hills, whatever is there. Okay. I did not brief in my briefing yet. പാകിസ്ഥാൻ മെയ് 10 പെട്ടെന്ന് വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിച്ചതാണ് പാകിസ്ഥാനിൽ ഇന്ത്യൻ പ്രത്യാക്രമണത്തിനിടെ മറ്റെന്തോ സംഭവിച്ചു എന്ന സംശയം ബലപ്പെടാൻ കാരണമായത്. ഇതോടെ ശ്രദ്ധ മുഴുവൻ കിരാന ഹിൽസിലേക്ക് തിരിഞ്ഞു. ടോം കൂപ്പർ പറയുന്നത് സർഗോധയ്ക്കടുത്ത് പാക് ന്യൂക്ലിയർ സൈറ്റിന്റെ പ്രവേശന ഭാഗത്തും പുറത്തു കടക്കുന്ന സ്ഥലത്തും സ്ഫോടനമുണ്ടായെന്നാണ്. ഇത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇന്ത്യയാണ് ചെയ്തതെങ്കിൽ പാകിസ്ഥാൻ എന്തായാലും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ ഈ വിഷയം ഉന്നയിച്ചേനെ. അതുണ്ടായില്ല. പാക് ഭരണകൂടവും സൈന്യവും മൗനം തുടരുകയായിരുന്നു. ഇന്ത്യ സർഗോധ എയർബേസ് ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കൻ ആണവ വിദഗ്ധരുമായി വിമാനം കിരാന ഹിൽസിന് സമീപം എത്തിയെന്നും റിപ്പോർട്ടുകൾ വന്നു. ഇത് അമേരിക്ക നിഷേധിക്കുകയോ ശരിവെക്കുകയോ ചെയ്തിട്ടില്ല. Has US sent a team to Islamabad or Pakistan following the reports that there have been leaks of nuclear radiation in some of the secure Pakistani sites? I have nothing to preview on that at this time. പാകിസ്ഥാൻ വെടിനിർത്തലിന് യാചിച്ചത് ഭയപ്പാടിലായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളും ആണവ യുദ്ധം തടഞ്ഞെന്ന മട്ടിൽ. പുറത്തുവന്ന ദൃശ്യങ്ങൾ കിരാന ഹിൽസിന് മുന്നിൽ സ്ഫോടനമുണ്ടായെന്ന്. ഇന്ത്യയോ പാകിസ്ഥാനോ മൗനം പാലിക്കുകയാണെങ്കിലും അഭ്യൂഹങ്ങൾ തീർന്നിട്ടില്ല. വികിരണമുണ്ടായെന്നും അത് തടയാൻ ഈജിപ്ഷ്യൻ വിമാനം ചൈനയുടെ സഹായത്തോടെ കിരാന ഹിൽസിന് മുകളിൽ പറന്നെന്നും ഊഹാപോഹങ്ങൾ. വികിരണം തടയാൻ ബോറോൺ വിതറുന്നതിനാണ് ഈജിപ്ഷ്യൻ വിമാനം പറന്നതെന്ന അഭ്യൂഹത്തിനും സ്ഥിരീകരണമോ തള്ളിപ്പറയലോ ഇല്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ വിചാരിച്ചാൽ പാകിസ്ഥാന്റെ ന്യൂക്ക് സൈറ്റിലേക്ക് മിസൈൽ പായിക്കാം. സർഗോധയുടെ റൺവേയിൽ ഗർത്തമുണ്ടാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞത് ഇന്ത്യ വിചാരിച്ചാൽ ന്യൂക്ക് സൈറ്റും ലക്ഷ്യമിടാം എന്നതിന് തെളിവാണ്. പക്ഷെ അങ്ങനെ ഇന്ത്യ ചെയ്തില്ല. അഭ്യൂഹങ്ങൾ തീർന്നിട്ടില്ല. ആണവായുധമുണ്ടെന്ന് മേനി നടിച്ച് വീമ്പ് പറയുന്ന പാകിസ്ഥാന് കിരാന ഹിൽസിൽ നിന്ന് തിരിച്ചടി ഉണ്ടായോ? മറ്റൊരു കാര്യമുള്ളത്, ഇന്റർനാഷണൽ ന്യൂക്ലിയർ എനർജി ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ആണവ വികിരണം കിരാന ഹിൽസിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഏജൻസി പറഞ്ഞിട്ടുള്ളത്. മോദിയുടെ ഉപദേശം ശ്രദ്ധിച്ചാൽ ആണവായുധ മേനി നടിക്കൽ ഇനി പാകിസ്ഥാന് സാധ്യമല്ല എന്നാണ്. कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा। न्यूक्लियर ब्लैकमेल की आड़ में पनप रहे आतंकी ठिकानों पर
भारत सटीक और निर्णायक प्रहार करेगा।